ഹായ് ഹലോ നമസ്കാരം. 50 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1974 ഏപ്രിൽ 1 കൊച്ചിയിലെ തിരക്കേറിയ ബ്രോഡ്വേയിൽ 4 യുവാക്കൾ നഗ്നരായി ചരിത്രത്തിലേക്ക് ഓടിക്കയറിയ ദിവസം. ഇന്ത്യയിലെ ആദ്യത്തെ നഗ്നയോട്ടം നടന്നിട്ട് ഇന്ന് അരനൂറ്റാണ്ട് തികയുന്നു. ഏപ്രിൽ 1 എറണാകുളത്തെ തിരക്കേറിയ ഷോപ്പിംഗ് കേന്ദ്രമായ ബ്രോഡ്വേയിൽ വൈകിട്ട് സൂര്യവെളിച്ചത്തിൽ റോഡിലൂടെ 4 യുവാക്കൾ പൂർണ്ണ നഗ്നരായി കൂളായി ഓടുന്ന കാഴ്ച കണ്ട് റോഡിലെ ജനങ്ങൾ കണ്ണുമിഴിച്ച് അന്തം വിട്ട് നോക്കിയിരുന്നു. പൊതുസ്ഥലത്തെ ഇന്ത്യയിലെ ആദ്യത്തെ നഗ്നയോട്ടമാണ് എറണാകുളംകാർ അന്ന് കണ്ടത്. ഓടിയത് എറണാകുളം ലോ കോളേജിലെ 4 മലയാളി വിദ്യാർത്ഥികൾ. മാർച്ച് മാസത്തിലെ അവസാന ദിവസങ്ങളിലാണ് ചരിത്ര സംഭവത്തിൻ്റെ തുടക്കം. ഒരു ദിവസം എറണാകുളം ലോ കോളേജിലെ ഹോസ്റ്റൽ മുറിയിൽ രാത്രി നടന്ന വിദ്യാർത്ഥികളുടെ ചെറിയ സദസ്സിൽ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്തിരിക്കെ അവർക്കൊരു ഭൂതോദയമുണ്ടായി. സമൂഹത്തിൻ്റെ മൊത്തം പോക്ക് ശരിയല്ല, ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. പാനീയത്തിൻ്റെ ലഹരി ഉച്ചസ്ഥായിലെത്തിയപ്പോൾ സമാന മനസ്കരായ ആ വിദ്യാർത്ഥികൾ സമൂഹത്തിനൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് തീരുമാനിച്ചു. സ്ട്രീക്കിംഗ് നടത്തുക എന്ന് വെച്ചാൽ നിരത്തിൽ നഗ്നരായി ഓടുക. നിയമലംഘനമാണ്. പൊതുസ്ഥലത്ത് നഗ്നത പ്രദർശിപ്പിക്കൽ IPC 294 പോലീസ് നിയമം അനുസരിച്ച് അഴിയെണ്ണാവുന്ന കുറ്റം. അകത്താകും, അത് ഉറപ്പ്. എന്തിനെതിരെയും അമർഷത്തോടെ പ്രതികരിക്കുക, സമൂഹത്തിനും സദാചാരവാദികൾക്കും ഒരു കൊട്ടുകൊടുക്കുക, ഇതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഈ തീരുമാനം എറണാകുളത്തെ വിദ്യാർത്ഥി നേതാവായ കോമളചന്ദ്രൻ വഴി അടുപ്പമുള്ളൊരു പത്രപ്രവർത്തകന് രഹസ്യമായി കൈമാറി. പത്രത്തിൽ മുൻ പേജിൽ വരേണ്ട വാർത്തയാണല്ലോ. മാതൃഭൂമി ദിനപത്രത്തിൻ്റെ മുതിർന്ന ലേഖകനായ NN സത്യവ്രതനായിരുന്നു ഈ ഓപ്പറേഷൻ ഏറ്റെടുത്തത്. അദ്ദേഹം ഈ വിദ്യാർത്ഥികളോട് സംസാരിച്ചു. 4 വിദ്യാർത്ഥികൾ തുണിയില്ലാതെ രാത്രി സുഭാഷ് പാർക്കിൻ്റെ മുന്നിലൂടെ ഓടും. അത് പിറ്റേന്ന് ഗംഭീര വാർത്തയായി മുൻപേജിൽ വരണം. ഇതായിരുന്നു പദ്ധതി. എല്ലാം രഹസ്യം. ഇത്തരമൊരു സംഭവത്തിൻ്റെ വാർത്താ പ്രാധാന്യം നന്നായി അറിയാമായിരുന്ന അനുഭവ സമ്പത്തുള്ള പത്രപ്രവർത്തകനായിരുന്നു സത്യവ്രതൻ. അദ്ദേഹം യുവസംഘത്തോട് പറഞ്ഞു, ഇങ്ങനെ ആരും കാണാത്ത വഴിയിലൂടെ ആരും കാണാത്ത നേരത്ത് സ്ട്രീക്കിംഗ് നടത്തിയത് എന്ത് കാര്യം? അതിനാൽ തിരക്കുള്ള ബ്രോഡ്വേയിൽ വേണം, അതും വൈകിട്ട് ഇരുട്ടും മുമ്പ് വേണം. എന്നാലേ വാർത്താ പ്രാധാന്യമുള്ളൂ. അവർ സമ്മതിച്ചു. ഓടാൻ തിരഞ്ഞെടുത്ത ദിവസം പ്രാധാന്യമുള്ളതായിരുന്നു. ഏപ്രിൽ 1, ലോക വിഡ്ഢി ദിനം. പരമരഹസ്യമായി എറണാകുളത്തെ പ്രശസ്തമായ കൃഷ്ണൻ നായർ സ്റ്റുഡിയോയിലെ ഫോട്ടോഗ്രാഫറായ ജനാർദ്ദനൻ പടമെടുക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തു. 1974 ഏപ്രിൽ 1 വൈകിട്ട് 6 മണി കഴിഞ്ഞ് തിരക്കേറിയ ബ്രോഡ്വേയിലൂടെ ആളുകൾ നടന്നു നീങ്ങുന്ന സമയത്ത് 4 യുവാക്കൾ പൂർണ്ണ നഗ്നരായി അതാ ഓടി വരുന്നു. ബ്രോഡ്വേ നിശ്ചലമായി. ഈ ലൈവ് ഷോ കണ്ട് ജനങ്ങൾ അന്തം വിട്ടു നിന്നു. 4 എണ്ണം പിറന്നപടി. സ്ത്രീകൾ ഞെട്ടിത്തെറിച്ച് തല താഴ്ത്തി. ജനാർദ്ദനൻ ക്യാമറ ക്ലിക്ക് ചെയ്തതോടെ യുവാക്കൾ ഓടിമാറി കുറെ അകലെ മുൻകൂട്ടി തയ്യാറാക്കി നിർത്തിയിരുന്ന കാറിൽ കയറി സ്ഥലം വിട്ടു. പക്ഷേ സംഗതി ചെറുതായൊന്ന് പാളിപ്പോയി. ക്യാമറ ജനാർദ്ദനനെ ചതിച്ചു. ആ പടം കിട്ടിയില്ല. അവർ പിന്മാറിയില്ല. യുവാക്കൾ കൂടുതൽ ആവേശത്തോടെ വീണ്ടും രംഗത്തെത്തി. ബോട്ട് ജെട്ടി ഓർത്തഡോക്സ് പള്ളിയുടെ അടുത്തുള്ള വഴിയിലൂടെ വീണ്ടും ഓടിയ നഗ്ന യുവാക്കളുടെ ഓട്ടത്തിൻ്റെ പിൻകാഴ്ച ജനാർദ്ദനൻ ക്യാമറയിൽ പകർത്തി. ഇത്തവണ പടം ഓക്കെ. ഏപ്രിൽ 2 മാതൃഭൂമി പത്രത്തിലെ മുൻ പേജ് വാർത്ത കണ്ട് നഗരം അന്തം വിട്ടു. ലൈവ് കാണാത്തവർ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നഗ്നയോട്ടം പത്രത്തിലെ പടത്തിലൂടെ കണ്ടു. സംഭവം കുറേ കാലത്തേക്ക് സംസാര വിഷയമായി. പടത്തിൽ ഓടിയവരുടെ പേരോ വന്ന റിപ്പോർട്ടിന് ബൈലൈനോ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ത്യയൊട്ടിക്ക് 40 പത്രങ്ങളിൽ ഈ വാർത്തയും ഫോട്ടോയും അച്ചടിച്ചു വന്നു. എന്തായാലും മറ്റ് അനിഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ല. കൊച്ചിയിലെ ഓട്ടത്തിൻ്റെ കീർത്തി ലോകമെങ്ങും പരന്നു. കൊച്ചിയിലെ സ്ട്രീക്കിങ്ങിന് 1 വർഷം കഴിഞ്ഞ് ഇതിനൊരു 2ാം ഭാഗം കൂടിയുണ്ടായി. നഗ്നയോട്ടത്തിൻ്റെ 1ാം വാർഷികം ഗംഭീരമായി ആഘോഷിക്കാൻ ലോ കോളേജിലെ മറ്റൊരു സംഘം തീരുമാനിച്ചു. അതിലും വ്യത്യസ്തത വേണമെന്ന് അവർക്ക് തോന്നി. ഈ ഏപ്രിൽ 1 വീണ്ടും തങ്ങൾ സ്ട്രീക്കിംഗ് നടത്തുമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു നോട്ടീസ് അച്ചടിച്ച് വിതരണം ചെയ്തു. ഇതറിഞ്ഞ ഭരണകൂടം വൻ പോലീസ് സന്നാഹത്തോടുകൂടി ഈ ഓട്ടം തടയാൻ കാത്തുനിന്നു. സംഘാടകർ അടുത്തുള്ള ഒരു കോളനിയിൽ നിന്ന് കുറച്ച് കൊച്ചു കുട്ടികളെ സംഘടിപ്പിച്ച് നഗ്നരാക്കി അവരുടെ തുണിയില്ല ഘോഷയാത്ര റോഡിലൂടെ നടത്തി. അങ്ങനെ ഭരണകൂടത്തിന് മുഖത്ത് നോക്കിയുള്ള ഒരു പരിഹാസമായി പരിണമിച്ചു ഈ ശിശു നഗ്നയോട്ടം. നഗ്നയോട്ട നോട്ടീസ് ഇറക്കിയതും പരിപാടികൾ ആസൂത്രണം ചെയ്തതും റോഡ് ഷോ നടത്തിയതും 2 ലോ കോളേജ് വിദ്യാർത്ഥികളായിരുന്നു. അതിലൊരാൾ പിന്നീട് എറണാകുളം ജില്ലാ കളക്ടറായി, KR വിശ്വംഭരൻ. രണ്ടാമൻ PI മുഹമ്മദ് കുട്ടി. അയാൾ പിൽക്കാലത്ത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന മഹാനടനും മെഗാസ്റ്റാറുമായി. അറിയപ്പെട്ടത് മറ്റൊരു പേരിലാണെന്ന് മാത്രം, ശ്രീ മമ്മൂട്ടി. മമ്മൂട്ടി എന്ന മഹാനടൻ്റെ എറണാകുളം ലോ കോളേജിലെ അധികം പേരറിയാത്ത സാഹസങ്ങളിലൊന്നായി ഇത് മാറി. I'd meet you anywhere if it brought me closer to you.